നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്ത് കണ്ടന്റ് വേണമെന്ന് കൂലങ്കഷമായി ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു മുറ്റത്ത് നിൽക്കുന്ന മത്തൻ വള്ളി കണ്ടത്. അപ്പം നമ്മുടെ ഇന്നത്തെ വിഭവം മത്തനിലയും കൂമ്പും പൂവും ഒക്കെ വെച്ചിട്ടാണ്. മുറ്റത്ത് മാത്രമല്ല പുറകിൽ ഒരു ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് പറിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ മൂത്ത ഇലകളൊന്നും പറിക്കുന്നില്ല, നല്ല തളിരിലകളാണ് പറിക്കുന്നത്. അപ്പം നമുക്കിതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ അധികം എടുത്തു പറയുന്നില്ല, എന്നാലും വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ബ്ലഡിൽ HB കുറവുള്ളവരും അയൺ ഡെഫിഷ്യൻസി ഉള്ളവരും ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തണം. മത്തയില തന്നെ എടുക്കണമെന്നൊന്നുമില്ല, മുരിങ്ങയോ ചീരയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. കോവലിൻ്റെയും പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ കാന്താരി ഇല പോലും വെറുതെ വിടാറില്ല. മോള് പറയാറുണ്ട് ഞാൻ ആടായിട്ട് ജനിക്കേണ്ടിയിരുന്നതായിരുന്നെന്ന്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയെടുത്ത മത്തയില ഇവിടെ അരിയാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതേ എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ തോരന് വേണ്ടി കുറച്ച് ചെറിയുള്ളിയും കാന്താരിയും എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് ഈ കഴുകി എടുത്തൊന്ന് അരിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇലക്കറികളൊക്കെ വയ്ക്കുമ്പോൾ കാന്താരി മുളകോ അല്ലെങ്കിൽ വെള്ളമുളകോ എടുക്കാൻ ശ്രമിക്കുക. ഈ 2 മുളകിൽ ഏതെടുത്താലും കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി ഇത് പോയിട്ട് തോരൻ വയ്ക്കാം. ഇതേ ചീനച്ചട്ടിയിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അളവൊന്നും പറയുന്നില്ല. എണ്ണ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ കടുകിട്ട് പൊട്ടിക്കാം. പലർക്കും കറികളിൽ കടുകിട്ടുന്നത് ഇഷ്ടമല്ലായിരിക്കും, പക്ഷേ ഇടുന്നത് വഴി നമ്മുടെ ദഹനത്തേക്ക് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ വിഷാംശം വറ്റാനൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ നമ്മൾ കടുക് പൊട്ടി വന്നപ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുളകിട്ട് കൊടുക്കാം. അപ്പോൾ മുളകിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച മത്തയില അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നിന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ടൊന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് കറിയിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങ ഇട്ട് കഴിഞ്ഞ് നമുക്കൊരു 3 മിനിറ്റ് കൂടെ അടച്ച് വയ്ക്കാം. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ കറി നമുക്ക് ഇറക്കി വയ്ക്കാം.
നമ്മുടെ ഇലക്കറികൾ വെക്കാൻ വലിയ പണിയൊന്നുമില്ല. എല്ലാവർക്കും ഇത് വെക്കാനൊക്കെ അറിയായിരിക്കും. എന്നാലും ഞാൻ വെക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ അവസാനം ഒന്ന് തൂവി കൊടുക്കണം, നല്ലതാണ്. അപ്പം നമ്മൾ ഇലക്കറി വെച്ചത് കാലത്തായിരുന്നു. അപ്പം നമ്മൾ ചോറ് അതിൻ്റെ ഒപ്പം കഴിക്കുന്നുണ്ട് ഇപ്പം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മത്തയിലൊക്കെ തളർത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ വേഗം പോയിട്ടൊന്ന് പറിച്ച് കറി വെച്ചോളൂ. ഇതുപോലെ വെച്ച അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, ബൈ.